രചന കൃഷ്ണഗാഥ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. കാറിന്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ ലോകം മങ്ങിയൊരു നിഴൽചിത്രം പോലെ തോന്നി മിത്രയ്ക്ക്. പക്ഷേ അവിടെ ഉള്ള വരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇടയ്ക്ക് തന്നെ ബാഗിനുള്ളിൽ ആ കുഞ്ഞ് സോക്സിൽ വിരലോടിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇത് കാണുമ്പോൾ വിച്ചുവിന്റെ കണ്ണുകൾ വിരിയുന്ന അമ്പരപ്പ് കാണാനായിരുന്നു അവൾക്ക് കൂടുതൽ ആഗ്രഹം. വിച്ചേട്ടാ, ആ കടയുടെ സൈഡിൽ നിർത്തണേ, എനിക്കൊരു സാധനം വാങ്ങാനുണ്ട്. മുന്നിലെ ടോയ് ഷോപ്പ് നോക്കി അവൾ പറഞ്ഞതും അവൻ വണ്ടി സൈഡാക്കി. എന്തായാലും ബീച്ചെത്താറായില്ലേ, ഞാൻ കാറോടെ പാർക്ക് ചെയ്തിട്ട് വരാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ അവിടെ ഇറങ്ങി അവൻ വണ്ടി റോഡിലേക്ക് കയറ്റിയതും എതിരെ വന്ന ലോറി നിയന്ത്രണം വിട്ട് അവന്റെ കാറിലേക്ക് ഇടിച്ചു കയറി. മഴയുടെ ഇരമ്പലിനെ കീറി മുറിച്ചുകൊണ്ട് ടയറുകൾ റോഡിൽ ഉരസുന്ന ഭീകരമായ ശബ്ദത്തോടെ മുഴങ്ങി. ലോഹങ്ങൾ തകരുന്നതിന്റെയും ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെയും ശബ്ദം ആ രാത്രിയെ നടുക്കി. കൺമുമ്പിൽ തന്നെ ലോകം തകർന്ന് ചിതറുന്നു കണ്ട മിത്രയുടെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി പോലും പുറത്തേക്ക് വന്നില്ല. ശ്വാസം നിലച്ചുപോയവളെ പോലെ അവൾ മരവിച്ചു നിന്നുപോയി. ചുറ്റും ഇരുട്ട് പടർന്നു. റോഡിലെ ടാറിലൂടെ കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തിൽ കടും ചുവപ്പ് നിറത്തിലുള്ള ചോര കലരുന്ന കണ്ടപ്പോൾ വിറക്കുന്ന കാലുകളോടെ അവൾ തകർന്ന കാറിനടുത്തേക്ക് പാഞ്ഞു. തകർന്നു മറിഞ്ഞ ഗ്ലാസ്സുകൾക്കിടയിലൂടെ അവൾ കണ്ടത് സീറ്റിലേക്ക് നിർജ്ജീവമായി തലയാഴ്ച കിടക്കുന്ന വിശുവിനെയാണ്. പാതി തുറന്ന അവന്റെ കണ്ണുകളിൽ വെളിച്ചമില്ലായിരുന്നു. വിഭ്രാന്തിയോടെ അവനെ പിടിച്ചു കുലുക്കുമ്പോൾ അവന് നെറ്റിയിൽ നിന്നൊഴുകിയ ചൂടുള്ള രക്തം അവളുടെ കൈകളെ നനച്ചു. ആ കുഞ്ഞു ഷൂസുകൾ ബാഗിൽ നിന്നും തെറിച്ച് റോഡിലെ ചെളിയിൽ അനാഥമായി വീണ് കിടന്നു. മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ചുറ്റുമാളുകൾ ഓടിക്കൂടുന്നുണ്ട്. ആരോ ഉറക്കെ ആംബുലൻസിലായി വിളിച്ചു പറയുന്നു. പക്ഷേ മിത്രയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മരണത്തിന്റെ തണുപ്പ് തങ്ങളെ പൊതിയുന്ന അവൾ അറിഞ്ഞു. ബോധം അറിയുന്നതിന് തൊട്ടു മുമ്പ് തണുത്തു തുടങ്ങിയ അവന്റെ കൈകൾ തന്റെ വയറിലേക്ക് ചേർത്ത് പിടിച്ച് അവളവിടെ വീണുപോയിരുന്നു. കനത്ത് പെയ്യുന്ന മഴയെ വകഞ്ഞു മാറ്റി ആ ആംബുലൻസ് മുന്നോട്ട് കുതിച്ചു. സൈറന്റെ മുഴങ്ങുന്ന ശബ്ദം ആ കറുത്ത രാത്രിയെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ വിച്ചുവിന്റെ അരികിലായി മിത്രയുമുണ്ട്. അവളൊരു പ്രാർത്ഥനയോടെ രക്തത്തിൽ കുതിർന്ന വിച്ചുവിന്റെ കൈകൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സ്ട്രക്ചറിൽ അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാരുടെ ഓട്ടവും പരിഭ്രമവും കണ്ടപ്പോൾ മിത്രയ്ക്ക് തന്റെ ബോധം മറയുന്ന പോലെ തോന്നി. തലക്ക് നല്ല ആഘാതയേറ്റിട്ടുണ്ട്. ഉടനെ സർജറി വേണം. കാലും കയ്യിലൊക്കെ പൊട്ടലുണ്ട്. ഡോക്ടർ വിവേകിനോട് പറയുന്നവൾ കേട്ടിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലെ തണുത്ത ബെഞ്ചിലിരിക്കുമ്പോൾ മിത്രയുടെ മനസ്സിൽ അവരാദ്യമായി കണ്ട ആ ദിനങ്ങൾ തെളിഞ്ഞു വന്നു. വധുവിനെ വിളിച്ചോളൂ. മണ്ഡപത്തിലായിരുന്നു പൂജാരി പറഞ്ഞു. ശേഖരൻ സുമയുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും ഒന്ന് തലയാട്ടിക്കൊണ്ട് അവർ മേക്കപ്പ് റൂമിലേക്ക് നടന്നു. വാതിൽ എത്ര മുട്ടിയിട്ടും തുറക്കാതെയായപ്പോൾ സുമയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. പുറത്ത് ശേഖരൻ അക്ഷമനായി നിൽക്കുന്നുണ്ട്. സുമ വിറക്കുന്ന കൈകളോടെ വാതിലിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. അകത്താരെയും കാണുന്നില്ലായിരുന്നു. ശേഖരേട്ടാ, വാതിൽ തുറക്കുന്നില്ല. സുമ കരച്ചിലിന്റെ വക്കിലെത്തിയതും ശേഖരൻ ഓടി വന്നു. എന്ത് ഈ പെണ്ണിതവിടെ? ഇതിപ്പോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ശേഖരൻ സർവ്വശക്തിയുമെടുത്ത് വാതിലിനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. ഒരു ശബ്ദത്തോടെ വാതിൽ തുറന്നു. അകത്തെ കാഴ്ച കണ്ട സുമയും ശേഖരനും ശരിക്കും ഞെട്ടിയിരുന്നു. മുറിയാകെ അലങ്കോലമാക്കിയിട്ടുണ്ട്. ടേബിളിന് പുറത്തൊരു കത്തുകൂടെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. പുറത്ത് നാദസ്വരോച്ചത്തിൽ മുഴങ്ങാൻ തുടങ്ങി. അകത്തേക്ക് പോയവരെ കാണാതായപ്പോൾ അവരുടെ ബന്ധുക്കളിൽ ഒരാളായ രാഘവൻ അങ്ങോട്ട് കയറി വന്നു. കുട്ടിയവിടെ ശേഖര, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അയാൾ ഒരുതരം നിസ്സായതോടെ രാഘവന്റെ മുഖത്തേക്ക് നോക്കി. അവള് പോയി മാമി. ഇന്നു മുതൽ നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു പര്യാസ കഥാപാത്രം ആവാം നമുക്ക്. അയാളുടെ സംസാരം കേട്ടതും രാഘവൻ അല്പം ഗൗരവത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് ഒരു മകൾ കൂടിയില്ലേ? അയാളുടെ വാക്കുകൾ കേട്ടതും സുമയാകെ ധർമ്മസങ്കടത്തിലായി. അവള് കുഞ്ഞല്ലേ മാമി. 18 വയസ്സ് കഴിഞ്ഞില്ലേ? അത് തന്നെ ധാരാളം. നീ അവൾ ഇങ്ങോട്ട് വിളിച്ചേ, ഞാൻ സംസാരിച്ചോളാം. സാരി തലപ്പിൽ മുഖമാമൃത്തി തുടച്ച് സുമ ഹാളിലേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞാലുടൻ താരത്തിൽ നിന്ന് എടുക്കേണ്ട ഫ്രൂട്ട്സിനെ പറ്റിയുള്ള ചർച്ചയിലാണവർ. അപ്പു, ചേച്ചി എപ്പോഴും ഇങ്ങനെയാ. ആപ്പിൾ ചേച്ചിക്ക്, ഞങ്ങൾക്ക് ഓറഞ്ചും. മിത്ര, ദേവേന്റെ കല്യാണത്തിന് നീയല്ലേ ആപ്പിൾ എടുത്ത് ഓടിയത്? ഒരു കഷ്ണം പോലും എനിക്ക് തന്നില്ലാലോ. അത് പിന്നെ എന്റെ മാമ വാങ്ങിയ ആപ്പിളല്ലേ അത്? എന്നാലേ ഇതെന്റെ അച്ഛൻ വാങ്ങിയതാ, അതുകൊണ്ട് ആപ്പിൾ എനിക്ക് തന്നെ വേണം. കൊതിച്ചി അമ്മുമെല്ലെ പിറുവിരുത്തതും മിത്ര അവിടെ നോക്കി കണ്ണുരുട്ടി. സുമ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ അപ്പുവും മിത്രയും അമ്മു വലിയ തർക്കത്തിലായിരുന്നു. അമ്മയുടെ വിളറിയ മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടതും മിത്ര അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മേ, എന്തുപറ്റി? ചേച്ചി എവിടെ? മിത്രയുടെ ശബ്ദത്തിൽ പരിഭ്രമം നിറഞ്ഞു. സുമ മറുപടിയൊന്നും പറയാതെ മിത്രയുടെ കൈകൾ പിടിച്ചു. ആ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. ഓളെ, നീ ഒന്ന് അകത്തേക്ക് വന്നേ, മാമ വിളിക്കുന്നുണ്ട്. മുറിയിലെത്തിയ മിത്ര കണ്ടത് തലകുനിച്ചിരിക്കുന്ന അച്ഛനെയും ഗൗരവത്തിൽ നിൽക്കുന്ന രാഘവും മാമയുമാണ്. ഇതെന്താ, എല്ലാവർക്കും എന്താ പറ്റിയേ? ചേച്ചി എവിടെ? മിത്ര ചോദിച്ചു. അവൾ റൂമിന് ചുറ്റും കണ്ണോടിച്ചു. നമ്മളെയൊക്കെ പറ്റിച്ച് അവള് പോയി മോളെ. ഒരു കരച്ചിലോടെ സുമ പറഞ്ഞു. മിത്രയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഇനി നിനക്ക് ഈ കുടുംബത്തെ നാണക്കേടിന്ന് രക്ഷിക്കാൻ കഴിയും മോളെ.
അച്ഛൻ്റെ മോൾക്ക് സമ്മതാണോ? അയാൾ നിസ്സായതോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അയ്യേ, ഞാനൊന്നും കിട്ടില്ല അയാളെ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ പഠിക്കുമല്ലേ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സുമയ അവളെ അനുകൂലിച്ചു. അവള് കുഞ്ഞല്ലേ ശേഖരേട്ടാ. അവളെ അത്രയും ഇഷ്ടമാണ് ശേഖരന്. അവളുടെ കുറുമ്പുകളില്ലാതെ ആ വീട് അയാൾക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യായിരുന്നു. വേണ്ട മാമേ, നാണക്കേട് മാറ്റാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെന്തിനാ വെറുതെ കരുവാക്കാൻ നിൽക്കുന്നത്? ശേഖരൻ ചോദിച്ചു. അയാൾ അവിടെ കവിളിലായി തലോടി പറഞ്ഞു. രാഘവൻ അയാളുടെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി. ശേഖര, നീ ഇപ്പൊ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരാ. സുമേ, നീയെങ്കിലും അവളോട് പറഞ്ഞു കൊടുക്ക്. 18 വയസ്സ് കഴിഞ്ഞ പെണ്ണ, പഠിക്കാനൊക്കെ കല്യാണം കഴിഞ്ഞാലും പോവാലോ. പക്ഷെ ഈ മുഹൂർത്തം തെറ്റിയാ പിന്നെ ഒന്നും പഴയതുപോലെ ആവില്ല. രാഘവൻ മാമയുടെ ശബ്ദം മുറിയിൽ മുഴങ്ങി കേട്ടു. മിത്ര പതുക്കെ ജനാർക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി. അവിടെ വർണ്ണാഭമായ പന്തലിൽ ബന്ധുക്കളും നാട്ടുകാരും നിറഞ്ഞിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ആരും അറിയുന്നില്ല. അച്ഛന്റെ അഭിമാനം തകരുന്ന മിത്രക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ മേലെ അയാളുടെ അടുത്തേക്ക് നടന്നു. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ കല്യാണത്തിന് സമ്മതിച്ചോളാം. അയാളുടെ കയ്യിൽ പിടിച്ചവൾ പറഞ്ഞു. ശേഖരേട്ടൻ തന്റെ തല വിലങ്ങനെ ആട്ടി. വേണ്ട മോളെ. അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ രാഘവന്റെ ശബ്ദം അവിടെ ഉയർന്നതാണോ. സുമേ, അവള് സമ്മതം പറഞ്ഞു കേട്ടില്ലേ? പോയി അവളെ ഒരുക്കിയിട്ട് വാ. അയാൾ പറയുന്ന കേട്ടതും സുമരിഞ്ഞെട്ടിലോടെ ശേഖരന്റെ മുഖത്തേക്ക് നോക്കി. മാമേ, നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. അതും പറഞ്ഞ് ശേഖരനെയും കൂട്ടി അയാൾ പുറത്തേക്ക് നടന്നു. സുമേ, അവള് വേഗം റെഡിയാക്ക്, സമയം വൈകിക്കണ്ട. പുറത്തേക്ക് നടക്കുന്നിടെ അയാൾ വിളിച്ചു പറഞ്ഞു. സുമ വിറക്കുന്ന കൈകളോടെ മിത്രയെ ഒരുക്കാൻ തുടങ്ങി. ചേച്ചിക്കായി വാങ്ങിയ സാരി മിത്രയുടെ മെലിഞ്ഞ ശരീരത്തിൽ ചുറ്റിയപ്പോൾ അവൾക്കതൊരു ഭാരമായി തോന്നിയിരുന്നു. മിത്രയെ വധുവിന്റെ വേഷത്തിൽ കണ്ടതും അപ്പു അമ്മു വാ വിളിച്ച് നിന്നുപോയി. എടാ, ഇതെന്താ മിത്രേച്ചി കല്യാണ പെണ്ണായത്? അപ്പൊ സുചേച്ചി എവിടെ? അപ്പു ചോദിച്ചു. മിണ്ടായിരിക്കടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അമ്മു മറുപടി കൊടുത്തു. മിത്ര അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നിട്ട് സാരി തലപ്പിടിച്ചുകൊണ്ട് തലവിണിച്ച് മണ്ഡപത്തിലേക്ക് നടന്നു. രാഘവൻ മാം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നുവെങ്കിലും മിത്രയെ കണ്ട ബന്ധുക്കൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. ഇതെന്താ പെണ്ണു മാറിയേ? മൂത്തവളെ എവിടെ പോയി? അങ്ങനെ പലതരം മുറിമുറുപ്പുകൾ അവിടെ നിറഞ്ഞു. പന്തലിൽ നാസരും ഉച്ചത്തിൽ മുഴങ്ങി. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങി. മിത്ര മണ്ഡപത്തിൽ വന്നിരുന്നു. വിച്ച് ഒരു സംശയത്തോടെ തന്റെ അടുത്തിരിക്കുന്നവളെ നോക്കി. താൻ കണ്ടുവച്ച പെണ്ണല്ലേ തന്റെ വശത്തിരിക്കുന്നതെന്ന് കണ്ടതും അവന്റെ നെറ്റി ഒളിഞ്ഞു. അവൻ സംശയത്തോടെ ശേഖരനെ നോക്കിയതും അയാൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽപ്പാണ്. മണ്ഡപത്തിലിരിക്കുമ്പോഴും മിത്രയുടെ കണ്ണ് മുന്നിലിരിക്കുന്ന ഫ്രൂട്ട് ബാസ്ക്കറ്റിലായിരുന്നു. എന്നാൽ വിച്ച് വിചാരിച്ച് മിത്ര പേടികൊണ്ട് തലതാഴ്ത്തിയിരിക്കുകയാണെന്നാണ്. പൂജാരി മന്ത്രം ചൊല്ലി തുടങ്ങി. വിച്ചു മിത്രയുടെ കഴുത്തിൽ താലികെട്ട് കഴിഞ്ഞതും മന്ത്രകോടി പുതപ്പിച്ചു. ആ, ഇനി വധൂവരന്മാർക്ക് എഴുന്നേൽക്കാം എന്ന് പൂജാരി പറഞ്ഞ നിമിഷം തന്നെ മിത്ര തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. നാണവും പേടിയൊക്കെ മാറ്റി വെച്ച് അവൾ ആദ്യം ചെയ്ത് മുന്നിലിരുന്ന ആ കൊട്ടയിൽ നിന്ന് ആ ആപ്പിളെടുത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു. എന്നിട്ട് താഴെ അന്തം വിട്ട് നിൽക്കുന്ന അപ്പുവിനെയും അമ്മുവിനെയും നോക്കി വലിയൊരു കടി കടിച്ചു. ശേഷം അവരെ നോക്കി ഒരു 1.5 കൊഞ്ഞനവും കുത്തി വിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ഭാവിച്ചിട്ടാ, നമുക്ക് പോവാം. വിച്ചുവിന്റെ കണ്ണുകൾ തള്ളി വന്നു. കല്യാണം കഴിഞ്ഞവൾ അവൾ തന്നെ വിച്ചൂട്ടായെന്ന് വിളിച്ചതും പോരാഞ്ഞ് ആപ്പിളും കടിച്ചുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ തന്റെ ഭാവി എന്താവുമെന്ന് വിച്ചുവിന് ഏകദേശം ധാരണയുണ്ടായിരുന്നു. കരഞ്ഞിളന്ന സുമ മിത്രയെ കെട്ടിപ്പിടിച്ച്. മോളെ, അവിടെ ചെന്നിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കണം, കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. മിത്ര ബാക്കി വന്ന ആപ്പിൾ അപ്പുവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ ഇങ്ങനെ പേടിക്കാതെ, ഇനി വിച്ചുവിന്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. വലിയ ആളെ പോലെ തന്നെ നോക്കി പറയുന്ന പെണ്ണിനെ കണ്ടതും കണ്ണു നീനിടയിൽ അമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി. ഒപ്പം ഇനി അവൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന ആലോചിച്ച് അല്പം വെപ്രാളവും. ഇതെല്ലാം കണ്ട വിച്ചുവിന്റെ ചേട്ടൻ വിവേക് തന്റെ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും നിന്നോടൊക്കെ ദൈവം ചോദിക്കും എന്ന എക്സ്പ്രഷൻ മാത്രമേ വിച്ചുവിന്റെ മുഖത്ത് വിരിഞ്ഞുള്ളൂ. അതേസമയം ശേഖരൻ കാര്യങ്ങളൊക്കെ ശാന്തമായി വിച്ചുവിനോടും വിവേകിനോടും വിശദീകരിച്ച് കഴിഞ്ഞിരുന്നു. ആദ്യം കേട്ടപ്പോൾ രണ്ടുപേരും നിമിഷം തറഞ്ഞു പോയെങ്കിലും ഇതായിരിക്കും വിധി എന്ന വിവേകിന്റെ വാക്കുകൾക്ക് മുമ്പിൽ വിച്ചുവും നിശബ്ദനായി നിന്നു. ആ സമയം തന്നെ ശേഖരൻ നിറഞ്ഞ കണ്ണുകളോടെ വിച്ചുവിന്റെ കൈ പിടിച്ചു. എന്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ മോനെ, ഇവളിത്തിരി കുറുമ്പിയ, പൊന്നുപോലെ നോയിക്കോളണേ. ശേഖരന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ വിച്ചുവിന് ശരിക്കും സങ്കടം തോന്നി. പാവം മനുഷ്യൻ മൂത്ത മകൾ കാണിച്ച ചതിയിൽ തകർന്നു നിൽക്കുകയാണ്. അവൻ മിത്രയെ നോക്കി. കയ്യിലുണ്ടായിരുന്ന ആപ്പിൾ അപ്പുവിന് കൊടുത്ത് അടുത്തായി നിൽക്കുന്ന അമ്മുവിന്റെ കയ്യിലുള്ള മുന്തിരി തട്ടിപ്പറിച്ചിരുന്ന തിരക്കിലായിരുന്നു പെണ്ണ്. അതിന്റെ ഒപ്പം തന്നെ താരം കൈവിട്ടുപോയ നിരാശയും ആ മുഖത്ത് വ്യക്തമാണ്. അവൻ ശേഖരനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ പേടിക്കണ്ട, സമാധാനിട്ടിരുന്നോളൂ, മിത്രയും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ഇനി നിന്നാൽ വീട്ടിൽ കയറാൻ ലേറ്റാവുമെന്ന് കണ്ടതും വിവേക് രണ്ടുപേരെയും കൂടി ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാറിൽ വിച്ചുവിന്റെ അടുത്തായിരുന്നു മിത്ര ഇരുന്നത്. യാത്രയിലുടനീളം അവൾ ജനാലക്കിൽ കൂടി പുറത്തേക്ക് നോക്കി ഓരോന്ന് പാടിക്കൊണ്ടിരുന്നു. വിച്ചുട്ടാ, ഇന്ന് വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമോ? നിങ്ങളെ ധൃതികാരൻ എനിക്കൊന്നും മര്യാദ കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. വിജു വിവേകിനെ നോക്കി ദയനീയമായി എന്ന് ചിരിച്ചു. മിത്രയും നമ്മളൊരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിന്റെ ചേച്ചി പോയതും പകരം നീ കല്യാണം കഴിച്ചപ്പോൾ ഒരു തമാശയാണ് നിനക്ക്.
അല്പം ഗൗരവത്തിൽ അവൻ ചോദിച്ചു. മിത്രയുടെ മുഖത്ത് ചിരിമാഞ്ഞു. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. വിച്ചുവിന് പെട്ടെന്ന് കുറ്റബോധം തോന്നി. പാവം കുട്ടി, അച്ഛനെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഇതിനൊക്കെ സമ്മതിച്ച്. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ മിത്രയുടെ മറുപടിയും വന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി പോയതിന് എനിക്ക് ഇത്തിരി നേരത്തെ കെട്ടേണ്ടി വന്നു, അത്ര തന്നെ. പിന്നെ വീട്ടിൽ ചെന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം, അപ്പൊ ഈ വിഷമൊക്കെ മാറിക്കോളും. വിവേക് സീറ്റിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു പോയി. ഇവളോട് ഗൗരവം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതും വിച്ചു തന്നെ തലയിൽ കൈവച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. നീലിയെടുത്ത് ഇതാണ് വിച്ചുവിന്റെ വീട്. മാധവൻ ലളിത ദമ്പതികൾക്ക് 2 മക്കൾ, വിവേക്, വിച്ചു എന്ന വിശാഖ്. വിവേകിന്റെ ഭാര്യ രചന, മകൾ ഐഷു 5 വയസ്സുകാരി. വിച്ചു ഒരു സ്കൂൾ അധ്യാപകനാണ്. വിവേക് ബാങ്ക് ജീവനക്കാരനും. വിച്ചുവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മ ലളിത നിലവിളക്കുമായി ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വിവേക് ഫോണിലൂടെ കാര്യങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരും പുതുപെണ്ണിനെ കാണാനുള്ള തിടുക്കത്തിലാണ്. കാറിൽ നിന്നിറങ്ങിയ മിത്രയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് മുറ്റത്തിന്റെ ഒരു മൂലയിലായിട്ടുള്ള ഊഞ്ഞാലിലാണ്. ആ കാഴ്ച അവൾ ആവേശത്തിലാക്കി. നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിയവളെ കാണാൻ തിരക്ക് കൂട്ടി എല്ലാവരും. വിച്ചുവിന്റെ റൂമിലായിരിക്കുന്നവരുടെ കയ്യിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ എണ്ണാനുള്ള തിടുക്കത്തിലായിരുന്നു അമ്മായിമാരൊക്കെയും. കുറച്ചധികം സമയം അവൾ എല്ലാവർക്കും ഒരു കാഴ്ച വസ്തുവായി മാറി. ആളുടെ മുഖത്തെ ക്ഷീണം കണ്ടതും ലളിതയും രചനയും കൂടെ എല്ലാവരെയും ഒരു വിധത്തിൽ പുറത്തേക്ക് അയച്ച് ആള് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറ്റി. ഫ്രഷായ ശേഷം ക്ഷീണകാരൻ അവൾ അല്പസമയം റൂമിൽ കിടന്ന് മയങ്ങിയിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ആദിരാത്രിയായി. എല്ലാവരും ഇത്രയും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. വിച്ചുവാണെങ്കിൽ നാണക്കേടും ടെൻഷനും കാരണം മുറിയിലേക്ക് കയറാൻ പോലും മടിച്ചു നിൽക്കുകയാണ്. വിവേക് അവനെ തള്ളി മുറിക്കകത്താക്കി വാതിലടച്ചു. മുറിക്കുള്ളിൽ വിച്ചു അകത്തേക്ക് കയറുമ്പോൾ മിത്ര അവിടെ കട്ടിൽ നിന്ന് വലിയ ഗൗരവത്തിൽ എന്തോ ആലോചിക്കുകയാണ്. അവളുടെ മുഖം കണ്ടതും വീട്ടുകാരെ പിരിഞ്ഞുള്ള വിഷമത്തിലായിരിക്കും അവളെന്ന ചിന്തയിൽ അവളെ ആശ്വസിപ്പിക്കാനായി അവൻ മെല്ലെ അവിടെ അടുത്തേക്ക് ചെന്നു. മിത്ര, നീ വിഷമിക്കണ്ട കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ബുക്സ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. മിത്ര പതുക്കെ തലയുർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ പോട്ടെ വിച്ചുട്ടാ, ഈ റൂമിൽ AC-ക്ക് 5 സ്പീഡ് ഉണ്ടല്ലേ? ഞങ്ങളുടെ വീട്ടിലേക്ക് 3 ഉള്ളൂ. അവളുടെ സംസാരം കേട്ടത് അവൻ വാ പൊളിച്ച് അവളെ നോക്കി നിന്നു. വീട്ടിലുള്ള പൊട്ട AC ആയിരുന്നു, അതിലാകെ കൂട്ടാനും കുറക്കാനും മാത്രമേ പറ്റൂ. അവളുടെ സംസാരം കേട്ടത് അവൻ മെല്ലെ ബെഡിലേക്ക് കിടന്നു. ഉറങ്ങാൻ പോവാണോ? പിന്നെ ഉറങ്ങാതെ. ഇനി നിന്റെ കഥകൾ വല്ലതും നടക്കുന്നുണ്ടോ അവിടെ? അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ താല്പര്യമില്ലാതെ ചോദിച്ചു. അവൾ അവന്റെ കവിളിലായെന്ന് പിച്ചി. ചൂട്ടൊരു തമാശക്കാരൻ തന്നെ. അതിനവൻ കൂടുതലൊന്നും പറയാതെ ഒരു നിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. ഉറങ്ങാൻ പോവാല്ലേ? എന്നാ പിന്നെ ആ പാല് മൊത്തം ഞാൻ കുടിക്കട്ടെ? മുന്നിലെ ടേബിളിലായുള്ള പാലിലേക്ക് നോക്കിയവൾ ചോദിച്ചു. ഇതിനോടൊക്കെ ഞാൻ എന്ത് പറയാനായെന്നും ചിന്തിച്ചവൻ തിരിഞ്ഞിടന്നു. രാവിലെ വിച്ച് എഴുന്നേറ്റപ്പോഴും മിത്ര നല്ല ഉറക്കിലായിരുന്നു. ഓടാൻ പോകുന്ന പോലെ കിടക്കുന്ന പെണ്ണിനെ നോക്കി നെടുവീർപ്പെട്ടവൻ ഫ്രഷായി പുറത്തേക്ക് നടന്നു. സൂര്യപ്രകാശം ജനാലക്കിലൂടെ മുഖത്തടിച്ചപ്പോഴാണ് മിത്ര പതുക്കെ കണ്ണു തുറന്ന്. സമയം നോക്കിയപ്പോൾ 10 മണിയാവാറായിരിക്കുന്നു. ഒരു മടുപ്പോടെ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു. അമ്മാ, ചായ! ഹാളിൽ നിന്ന് ഉറക്കി വിളിക്കുന്നവരുടെ സൗണ്ട് കേട്ടാണ് രചന കുഞ്ഞിന് കൊടുക്കാനുള്ള ഹോർലിക്സ് എടുത്ത് പുറത്തേക്ക് വന്ന്. ആഹാ, എഴുന്നേറ്റോ? ടേബിളായി ഉറക്കം തൂങ്ങിയിരിക്കുന്ന മിത്രയെ നോക്കി അവൾ ചോദിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചു. അമ്മ ഇവിടെ ഇല്ല കേട്ടോ, പുറത്തേക്ക് പോയതാ. അതും പറഞ്ഞ് അവളുടെ കയ്യിലെ ഗ്ലാസ് ടേബിളിന് പുറത്ത് വെച്ച് അവൾ കുഞ്ഞിനെടുക്കാനായി റൂമിലേക്ക് നടന്നു. മുന്നിലെ ഹോർലിക്സ് കണ്ടതും അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ഒറ്റയടിക്ക് അതെടുത്ത് കുടിച്ചു. ഗ്ലാസ്സിലെ അവസാന തുള്ളിയും വായിലേക്കാക്കി ഗ്ലാസ് അവൾ ടേബിളിലായി വെച്ചു. അല്പസമയം കഴിഞ്ഞ് കുഞ്ഞുമായി പുറത്തേക്ക് വന്ന രചന കാണുന്നത് ടേബിളിരിക്കുന്ന കാലി ഗ്ലാസ് ആണ്. ഇന്നും ഇതെടുത്ത് കുടിച്ചൂലേ? ഇങ്ങനെ കൊണ്ട് അവൾ ആ ഗ്ലാസും എടുത്ത് കലിതുള്ളി പുറത്തേക്ക് വന്ന് കണ്ടതും മിത്രമില്ലകത്തേക്ക് സ്കൂട്ടായി. ഫ്രഷായി ഹാളിലേക്ക് വന്ന മിത്ര നെറ്റിയിലൊരു മുഴയായിരിക്കുന്ന വിവേകിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എടി സാമദ്രോഹി! സോറി ഏട്ടാ, ഒരു അബദ്ധം. രണ്ടുപേരുടെയും മുഖം കൊണ്ടുള്ള ഗോഷ്ഠികൾ കണ്ടതും വിച്ചുവിന് രാവിലെ നടന്ന ബഹളത്തിന്റെ കാരണം വ്യക്തമായിരുന്നു. വൈകാതെ ആ വീട് ഒരു പടക്കളാവാൻ പോവുകയാണെന്ന് അവന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് ഉമ്മർത്തായിരുന്ന ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐഷുവിന്റെ അടുത്തായി വന്നിരുന്നു മിത്ര. ഐഷു, ഈ ആപ്പിൾ അങ്കിള് കൊണ്ടുവന്നാണോ? അല്ല, ഇതെന്റെ അച്ഛൻ കൊണ്ടുവന്ന. ചിറ്റമ്മ പോയി വേറെ എടുത്തോ. തന്റെ മുന്നിലെ പ്ലേറ്റ് മടിയിലേക്ക് എടുത്തു വെച്ചു ഐഷു. അതുകൂടെ കണ്ടതും മിത്ര ഒന്നുകൂടെ അവളോട് ചേർന്നിരുന്നു. ഇന്നലെ ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു, ഈ ആപ്പിൾ കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് വയറുവേദന വന്നുവെന്ന്. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു എന്നാ കേട്ട്. ഇതൊക്കെ കേട്ടിട്ട് ഐഷ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ആപ്പിൾ കഴിക്കാൻ തുടങ്ങിയതും മിത്ര നൈസായിട്ട് ഒരു കഷ്ണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അത് കണ്ടതും ഐഷു ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ടാണ് വിവേക് അങ്ങോട്ടേക്ക് വന്ന്. ഈ പെണ്ണിന് ഷെയറിംഗ് മെന്റാലിറ്റി തീരെ ഇല്ല ഏട്ടാ, ഞാൻ അവളത് പഠിപ്പിക്കുകയായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി ഇളിയോട് അവൾ പറഞ്ഞതും ഇനി ഇതും എന്റെ തലയിലാവുമെന്ന് പേടിയായിരുന്നു വിവേകിന്. ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞവൻ ഐഷുവിനെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി തന്നെ മിത്ര അടുത്ത പണി ഒപ്പിച്ചു. ഐഷുവിന്റെ പുതിയ ബാർബി ഡോളിന്റെ തല ഊരിയെടുത്തു. എന്റെ പാവക്കുട്ടിയെ ചിറ്റമ്മ കൊന്നേ! വീണ്ടും നിലവിളിക്കുന്ന ഐഷുവിനെ കണ്ടതും വിവേകം മറ്റും നോക്കാതെ ഓടി ബാത്റൂമിൽ കയറി. ഈ ബഹളം കേട്ട് വിച്ച് അങ്ങോട്ട് വന്നു. കൊന്നതല്ലടാ, ഇതിന്റെ ഉള്ളിൽ എന്താണെന്നൊന്ന് റിസർച്ച് ചെയ്താ. ശാസ്ത്രം വളരണമെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യണം.
അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും പെണ്ണടങ്ങാതെ വന്നപ്പോൾ അവസാനം സമാധാന ചർച്ചയ്ക്കായി വിച്ചുവിന് രണ്ടുപേർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഐസ്ക്രീം കിട്ടിയത് രണ്ടുപേരും പഴയതുപോലെ വീണ്ടും ഫ്രണ്ട്സായി. ദിവസങ്ങൾ കടന്നുപോയി. മിത്ര ആ വീട്ടിലെ ഒരു അംഗമായി മാറി. അവളുടെ കുറുമ്പുകൾ വിവേകിനി രചനയ്ക്കും വലിയ തലവേദനയാണെങ്കിലും അവളില്ലാത്ത ഒരു നേരത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്ര അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി. പക്ഷേ വിച്ചുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഭാരമുണ്ടായിരുന്നു. മിത്ര തനിക്ക് ചേരുന്നവളാണോ എന്നതിനേക്കാൾ തന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു കുട്ടിയാണ് അവൾ എന്ന ചിന്ത അവൻ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ശേഖരൻ മിത്രയെ കാണാൻ നീലിയടുത്ത് വീട്ടിലെത്തി. അച്ഛനെ കണ്ടതും മിത്ര ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. പക്ഷെ ശേഖരന്റെ മുഖം പഴയതുപോലെ പ്രസന്നമായിരുന്നില്ല. മോളെ, നീ ഇവിടെ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ പഠിത്തം മുടങ്ങിയതിലും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം തലയിൽ വന്നതിലും അച്ഛന് നല്ല സങ്കടമുണ്ട്. ശേഖരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ മിത്രയുടെ മുഖത്തെ ചിരി മാഞ്ഞു. സദാസമയം തമാശ പറഞ്ഞ് നടന്നിരുന്ന അവൾ ആദ്യമായി ഗൗരവക്കാരിയായി. അച്ഛ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ? എനിക്കിവിടെ ഒരു കുറവുമില്ല. ഇവരൊക്കെ എന്നെ എത്ര നന്നായിട്ടാ നോക്കുന്നതെന്നോ. അതല്ല മോളെ, നിന്റെ ചേച്ചി ചെയ്ത തെറ്റിന് നീ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? നിനക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച സന്തോഷത്തോടെ ജീവിക്കേണ്ടവളല്ലായിരുന്നോ നീ? അച്ഛന്റെ ഈ ചോദ്യം വിച്ചും വാതിലിന് മുന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ അതേ ചോദ്യം തന്നെയായിരുന്നു. മിത്ര ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അച്ഛന്റെ കൈ തന്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. അച്ഛാ, ചേച്ചി പോയതുകൊണ്ട് എനിക്ക് ഈ വീട് കിട്ടിയത്. ഇത്രയും നല്ലൊരു ചെക്കനെ എനിക്ക് കിട്ടിയത്. എനിക്കൊരു വിഷമമില്ല അച്ഛാ. പഠിക്കാനാണെങ്കിൽ വിച്ചുട്ട് എന്നെ കോളേജിൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മോളിയുടെ ഹാപ്പിയാ, ഡബിൾ ഹാപ്പി. മിത്രയുടെ മറുപടിയായിട്ട് ശേഖരന്റെ മനസ്സും തണുത്തു. അതേ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വിച്ചു മിത്രയുടെ അടുത്തേക്ക് വന്നു. മിത്ര, നീ ശരിക്കും സന്തോഷത്തിലാണോ? അതോ അച്ഛനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണോ? മിത്ര വിച്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വികൃതിക്ക് പകരം ഒരു തരം ആർദ്രത നിറഞ്ഞു വന്നു. വിച്ചുട്ടാ, ഈ വീട്ടിൽ ഞാൻ കാട്ടിക്കൊടുന്ന കുറുമ്പ് നിങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. പിന്നെ എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടാട്ടോ. അതും പറഞ്ഞ അവൾ നാണത്തോടെ ഓടിപ്പോകാൻ തുടങ്ങിയതും വിച്ചുവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എങ്ങോട്ടോ ഓടുന്നു? അവ പഠിത്തത്തിന്റെ കാര്യം? അതൊക്കെ പഠിക്കാൻ മാഷേ, അതിനുമ്പ് എനിക്ക് വിശക്കുന്നു. ഞാൻ പോയി പായസം കുടിക്കട്ടെ, ഇല്ലെങ്കിൽ ആയുഷ്യം മൊത്തം കുടിച്ചു തീർക്കും. അവളുടെ സംസാരം കേട്ടത് അവന്റെ ചുണ്ടിന്റെ കോണിൽ ആരെയും മയക്കാൻ കഴിയുന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ അന്നു മുതൽ അവിടെ പുതിയൊരു പ്രണയകാവ്യ രചിക്കാൻ തുടങ്ങിയായിരുന്നു ഇരുവരും. കുറുമ്പും കുസൃതിയും നിറഞ്ഞ അവരുടെ പ്രണയകാലം. അവരുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് കണ്ണുകളടച്ചിരുന്ന മിത്രയുടെ തോളിലായി കൈവച്ച് വിവേക്. വിച്ചൂട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞു. അവൻ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല. നീയൊന്ന് പോയി. വിവേകിന് തന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലായിരുന്നു. കരഞ്ഞിളന്ന ആ മുഖം കണ്ടതും മിത്ര തന്നെ നെഞ്ചിലായി കൈവച്ച് അവിടുന്ന് എഴുന്നേറ്റ് ഐസിയുവിന് മുന്നിലേക്ക് നടന്നു. വെന്റിലേറ്ററിന്റെയും മോണിറ്ററുകളുടെയും ഇടയിൽ നിശബ്ദനായി കിടക്കുന്ന വിശു, എപ്പോഴും ഓടി നടക്കുന്ന അവളുടെ കുറുമ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നവൻ. ഇങ്ങനെ തളർന്നു കിടക്കുന്ന അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഹോസ്പിറ്റൽ മുറിയിൽ മയങ്ങിക്കിടക്കുന്ന വിശുവിന്റെ മുഖത്തേക്ക് നോക്കിയ മിത്ര ആ നിമിഷങ്ങൾ വീണ്ടും ഓർത്തെടുത്തു. അന്ന് വൈകുന്നേരം മിത്രയുടെ മുഖത്ത് പതിവിലും കവിഞ്ഞൊരു തിളക്കമുണ്ടായിരുന്നു. ആർക്കും പിടികൊടുക്കാത്ത ആ വലിയ രസം ഉള്ളിലൊതുക്കി അവൾ വിശുവിനെ നിർബന്ധിച്ചു. വിശുട്ടാ, നമുക്കൊന്ന് ബീച്ച് വരെ പോയാലോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് സ്കൂളിൽ നിന്ന് വിശു വീട്ടിലെത്തിയത് പതിവിലും ക്ഷീണത്തോടെയായിരുന്നു. എങ്കിലും മിത്രയുടെ ആ കൊഞ്ചലിന് മുമ്പിൽ അവൻ എപ്പോഴും തോറ്റുപോവാറാണ് പതിവ്. എന്താ ഇത്ര വലിയ കാര്യം? ഇവിടെ വെച്ച് പറഞ്ഞു പിടിക്കാതായിരിക്കുക. അവളുടെ കവിളിലായി നുള്ളി അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തല വിലങ്ങനെയാട്ടി. പറ്റില്ല, ഇത് ബീച്ചിൽ പോയാൽ പറയാൻ പറ്റും, വേറെ ഇടിയാവ്. ആ യാത്രയിലുടനീളം മിത്ര വാചാലയായിരുന്നു. വരാനിരിക്കുന്ന പുതിയ അതിഥിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവളുടെ ഉള്ളിൽ തിരതല്ലുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ വിച്ചുവിന്റെ ചെവിയിലേക്ക് അടുത്തു. എന്നിട്ട് ആരും കേൾക്കാത്ത സ്വരത്തിൽ മെല്ലെ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. വിച്ചുട്ടാ, ഞാൻ തനിച്ചല്ല, നമ്മുടെ കുഞ്ഞ്. അവൻ എന്നെ പോലെ വിച്ചുവിനെ കാത്തിരിക്കുക. പ്ലീസ് ഒന്ന് കണ്ണുറക്ക്. മിത്രയുടെ ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ വിച്ചുവിന്റെ ഉപബോധ മനസ്സിലും തട്ടിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അവനിൽ വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കേണ്ട എന്ന അഭിപ്രായം തന്നെയായിരുന്നു ഡോക്ടർമാർക്കും. ശരീരത്തിന്റെ പുതിയ മാറ്റം അവളെ തളർത്താൻ ശ്രമിച്ചെങ്കിലും തളരാതെ അവൾ ആ ഹോസ്പിറ്റൽ മുറിയിൽ അവന്റെ വരവിനായി കാത്തിരുന്നു. ഒടുവിൽ ആ കണ്ണീരും പ്രാർത്ഥനയും വെറുതെയായില്ല. ICU മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിച്ചുവിന്റെ ശ്വാസഗതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മരുന്നുകളോട് പ്രതികരിക്കാതിരുന്ന അവന്റെ ശരീരം പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അറിഞ്ഞ പോലെ മെല്ലെ ഉണരാൻ തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പുലർച്ചെയാണ് വിച്ചു ആദ്യമായി കണ്ണുകൾ പതുക്കെ തുറന്നത്. മങ്ങിയ വെളിച്ചത്തിൽ തന്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന മിത്രയെ അവൻ കണ്ടു. അവളുടെ മുഖം കരഞ്ഞ് തളർന്നിരുന്നു. അവൻ വിറക്കുന്ന കൈകൾ കൊണ്ട് അവളുടെ തലയിൽ പതുക്കിയെന്ന തലയോടി. ആ സ്പർശനത്തിൽ മിത്ര ഞെട്ടിയുണർന്നു. വിച്ചുട്ടാ. അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. വിശ്വസിക്കാനാവാതെ അവൾ വിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ ആ പഴയ തെളിച്ചമുണ്ട്. ആദ്യത്തെ വാക്കുകൾ വിച്ചുവിന് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അവൻ എന്തോ പറയാൻ ശ്രമിച്ചു. മിത്ര ഡോക്ടറെ വിളിക്കാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മിത്രേ. അവൻ വളരെ പണിപ്പെട്ട് അവളുടെ പേര് വിളിച്ചതും മിത്ര അവന്റെ ചുണ്ടുകളിലേക്ക് ആദോർത്തു. ബീച്ച്. അവൻ പകുതി വഴിയിൽ നിർത്തി ആ യാത്രയെക്കുറിച്ചാണ് ചോദിക്കുന്നവൾക്ക് മനസ്സിലായി. ഇപ്പൊ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട, പറയുക, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആൾ അവന്റെ നെറ്റിൽ മൃദുവായെന്ന് ചുംബിച്ചു.
ഡോക്ടർമാർ വന്ന് പരിശോധനകൾ നടത്തി. അവൻ അപകടനില തരണം ചെയ്തുവെന്നും ഇനി പേടിക്കാനില്ലെന്നും കേട്ടപ്പോൾ എല്ലാവരിലും ആശ്വാസം നിറഞ്ഞു. വൈകുന്നേരം വിച്ചുവിനെ വാർഡിലേക്ക് മാറ്റിയപ്പോൾ മിത്ര അവന്റെ അരികിൽ വന്നിരുന്നു. മറ്റാരും മുറിയിലില്ലാത്ത സമയം നോക്കി അവൾ തന്റെ ബാഗിൽ നിന്ന് ആ ചെറിയ പൊതി കയ്യിലെടുത്തു. വിച്ചുട്ടാ, അത് ബീച്ചിൽ വെച്ച് തരാൻ കരുതിയായത്. വിറക്കുന്ന കൈകളോടെ വിച്ചു ആ പൊതി തുറന്നു. ഉള്ളിലുണ്ടായിരുന്ന ആ കുഞ്ഞ് സോക്സുകൾ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ വിശ്വസിക്കാനാവാതെ മിത്രയുടെ മുഖത്തേക്ക് നോക്കി. മിത്ര പതുക്കെ അവന്റെ കൈയെടുത്ത് അവന്റെ വയറിൽ വെച്ച്. നമ്മുടെ കുഞ്ഞ്, അവൻ അച്ഛനെ കാത്തിരിക്കാൻ ഇത്രയും ദിവസം. വിച്ചുവിന്റെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരിക്ക് ലോകത്തിലെ എല്ലാ വേദനകളെയും മായ്ക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. മിത്രയുടെ കൈകളിൽ അമർത്തി പിടിച്ച് ആ കുഞ്ഞ് സോക്സുകൾ തന്റെ നെഞ്ചോട് ചേർത്ത് അവൻ കണ്ണുകൾ അടച്ചു. മരണത്തെ പോലും തോൽപ്പിച്ച് അവൻ തിരിച്ചു വന്നത് തന്റെ പ്രിയപ്പെട്ടവൾക്ക് അവർക്കിടയിലേക്ക് വരാനിരിക്കുന്ന ആ കുഞ്ഞു ജീവനും വേണ്ടിയായിരുന്നെന്ന് അവന് തോന്നി. വർഷങ്ങൾക്കിപ്പുറം നീലയെടുത്ത് വീട്. എപ്പോഴും പഴയതുപോലെ ബഹളമയമാണ് ഇവിടെ. ഇന്നിപ്പോൾ മിത്രക്കൂട്ടിന് ഒരാൾ കൂടിയുണ്ട്. അവളുടെ തനി പകർപ്പായ മകൻ കണ്ണൻ. കണ്ണന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റിനായി മിത്ര പുറകെ ഓടുകയാണ്. കണ്ണാ, ആ ചോക്ലേറ്റ് എന്റെതാ, ഇങ്ങ് തന്നേ. പക്ഷെ അമ്മയൊന്ന് പുച്ഛിച്ചുകൊണ്ട് കണ്ണൻ മുറ്റത്തേക്ക് ഓടി. അല്ല, അച്ഛത് എനിക്ക് വാങ്ങിത്തന്നോ, ഞാൻ തരില്ല. ചെക്കന്റെ വാശി കണ്ടതും വിച്ച് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. മിത്രയുടെയും കണ്ണന്റെയും അടിപിടി കണ്ടതും അവർ രണ്ടുപേർക്കിടയിലേക്ക് നിന്നു. എന്തിനാ മിത്ര ഇങ്ങനെ കൂവി വിളിക്കുന്നത്? എന്താ ഇവിടെ? അച്ഛൻ വാങ്ങി വന്ന ചോക്ലേറ്റ് അമ്മയ്ക്ക് വേണമെന്നു, പക്ഷെ ഞാൻ കൊടുക്കൂല. അമ്മയും മോനും ഒരു ചോക്ലേറ്റിന് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം കണ്ടതും വിച്ചു സ്വന്തം തലയിൽ കൈവച്ചു പോയി. എന്റെ ദൈവമേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. മോനെ, അത് അമ്മ കൊടുത്തേക്ക്. മോൻ നല്ല കുട്ടിയല്ലേ? ഇല്ല, ഞാൻ കൊടുക്കൂല. കണ്ണന്റെ വാശി കണ്ടതും മിത്ര അവന്റെ മുഖത്തേക്ക് ഊർപ്പിച്ച് നോക്കി. ആഹാ, ഇന്ന് വൈകിട്ട് അണ്ണാച്ചി വരുമ്പോൾ നിന്നെ പിടിച്ചാൻ ആൾ കൊടുക്കും, നോയിക്കോ. അതും പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അകത്തേക്ക് നടന്നു. മിത്രയുടെ ആ ഭീഷണി കേട്ടതും കണ്ണന്റെ മുഖത്തെ വാശി മാറി. പകരം ചെറിയൊരു പേടി നിറഞ്ഞു. അവൻ പതുക്കെ വിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛാ, അമ്മേനെ ശരിക്കും കൊടുക്കുവോ? വിച്ചു ഒരു നെടുവീർപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ അമ്മയിലെയാണ്, കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അച്ഛൻ കൂടെ കൈവിട്ടെന്ന് കണ്ടതും കണ്ണൻ ഒട്ടും വൈപ്പിക്കാതെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ഗൗരവത്തിൽ നിൽക്കുന്ന മിത്രയുടെ ടോപ്പിലായി പിടിച്ചു വലിച്ചു. അമ്മേ വാ, നമുക്കിത് ഷെയർ ചെയ്ത് കഴിക്കാം. കണ്ണന്റെ ആ സ്നേഹപ്രകടനം കണ്ടതും മിത്രയുടെ ഉള്ളിൽ ആ പിണക്ക് അരിഞ്ഞു പോയിരുന്നു. അവളവനെ വാരിയെടുത്ത് കവിളിൽ ഉമ്മ കൊടുത്തു. അമ്മക്കറിയാലോ കണ്ണൻ നല്ല കുട്ടിയാണെന്ന്. അവനെ നോക്കി അവൾ പറഞ്ഞുകൊണ്ട് രണ്ടും അടുക്കളപ്പടിയിലിരുന്നു. ഇതൊക്കെ നോക്കുന്ന വിച്ചുവിന്റെ അരികിലേക്ക് വന്ന് ശേഖരനും സുമയും. മകൾ സന്തോഷത്തോടെ ഒരു കുടുംബം നയിക്കുന്ന കാണുമ്പോൾ ശേഖരന്റെ കണ്ണുകളിൽ പഴയ വിഷമമില്ല, പകരം നിറഞ്ഞ സന്തോഷമാണ്. എന്താ വിച്ചു ഇവിടെ ഒരു ബഹളം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ? ഒന്നും പറയണ്ട സാർ, മൂന്നാലോകമായ യുദ്ധം കഴിഞ്ഞ് സമാധാന നടക്കും അവിടെ. മുന്നിലേക്ക് ചൂണ്ടിയവൻ പറഞ്ഞു. അവരുടെ ചുണ്ടിലെ പുഞ്ചിരി വിരിഞ്ഞു. മിത്രയും കണ്ണനും അടുക്കളപ്പടിയിൽ നിന്ന് ചോക്ലേറ്റ് പങ്കിട്ട് കഴിക്കുന്ന നോക്കിയൊക്കെ വിച്ചുവിന്റെ ഉള്ളിൽ പഴയ മഴക്കാലം ഒരു മങ്ങിയ ഓർമ്മ പോലെ കടന്നുപോയി. സൈറൺ മുഴങ്ങുന്ന ആംബുലൻസും ബോധം മറയുന്ന വേദനയും പിന്നെ മിത്രയുടെ ആ കണ്ണിലെ കണ്ണീരും. വിച്ചുമെല്ലാം അവിടെ അടുത്തേക്ക് നടന്നു. മുറ്റത്ത് വെയിൽ പടർന്നു തുടങ്ങിയിരിക്കുന്നു. എന്താ വിച്ചുട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ചോക്ലേറ്റ് വേണോ? പിന്നെ ഇനി മേലൊരു ചോക്ലേറ്റ് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്, കേട്ടല്ലോ. മിത്ര കണ്ണുരുട്ടി പറഞ്ഞു. വിച്ചു പൊട്ടിച്ചിരിച്ചു പോയി. അവൾക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ആ പഴയ കുറുമ്പും തന്റെയിടും അതേപടി തന്നെയുണ്ട്. വിച്ചു മിത്രയുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. അവന് കൊടുക്കാതെ ആദ്യത്തെ പാക്കറ്റ് നീ ഒറ്റ കട്ടുന്ന ഞാൻ കണ്ടതാണ് ഈ കുറുമ്പി. കണ്ണൻ കേൾക്കാതെ അവൻ രഹസ്യം പോലെ അവിടെ കാതിൽ പറഞ്ഞു. അവനെ നോക്കി അവളൊന്ന് ഇളിച്ചു കാട്ടി. ശേഷം പതിയെ അവന്റെ തോളിലേക്ക് തലയായിച്ചു. അത് കണ്ടതും കണ്ണൻ അവരുടെ ഇടയിലേക്ക് നൂഴ്ന്നു കയറി. ഞാനല്ലേ അച്ഛൻ്റെ ഫേവറേറ്റ്. വിച്ചു അവനെ എടുത്തു വരുത്തി അവന്റെ മടിയിലേക്ക് വെച്ചു. നീ അച്ഛന്റെ ജീവനല്ലേടാ. അപ്പൊ ഞാനോ? നീ എന്റെ ലോകവും. അവൻ രണ്ടുപേരെയും ചേർത്തിരുത്തി പറഞ്ഞതും അവർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരി നീലിയെടുത്ത് വീടിന്റെ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ വീടിപ്പോൾ ഒരു കൊച്ചു സ്വർഗമാണ്. സ്നേഹവും പരിഭവവും പിണക്കവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരിടം. ഇടക്കൊക്കെ വിച്ചു ആലോചിക്കാറുണ്ട്, അന്ന് ഈ വിവാഹമല്ല നടന്നെങ്കിൽ എന്താവുമെന്ന്. ഇന്ന് അവളില്ലാത്തൊരു ജീവിതം അവന് ചിന്തിക്കാൻ കൂടെ വയ്യ.